ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തും. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയ്ക്ക് താൽപര്യമുണ്ടെങ്കിൽ ഇറാൻ പറയട്ടെ എന്നാണ് അമേരിക്കയുടെ നിലപാട്. അതിനിടെ വെടിനിർത്തൽ ധാരണ ലംഘിച്ച് ലെബനനിൽ ഇസ്രയേൽ ആക്രമണം നടത്തി. അശ്വജിത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അശ്വജിത്ത്, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി റഷ്യയിലെത്തിയല്ലോ, എന്താണ് വിശദാംശങ്ങൾ? ഇനി നടക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും? മോത്തി, ഇത് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത ഒരു സന്ദർശനം തന്നെയാണ്. പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിൽ, തൊട്ടു പിന്നാലെ ഒമാനിൽ, അതിനുശേഷം റഷ്യയിൽ എന്നതായിരുന്നു അബ്ബാസ് അരാഗ്ചിയുടെ ആ യാത്രാ പ്ലാനിലുണ്ടായിരുന്നത്. അത് പ്രകാരമുള്ള സന്ദർശനമാണ്. പക്ഷേ തീർച്ചയായിട്ടും ഈ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഈ സമാധാന ശ്രമങ്ങൾ പലതോതിൽ പലതവണ മുന്നോട്ട് വയ്ക്കുന്നു, അതെല്ലാം പാളിപ്പോകുന്നു എന്ന പശ്ചാത്തലത്തിൽ റഷ്യയിലെ സന്ദർശനവും പുടിനുമായുള്ള കൂടിക്കാഴ്ചയും ഏത് തരത്തിലാവും അമേരിക്കയ്ക്ക് മേൽ അതൊരു സമ്മർദ്ദമായി മാറുക എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും ട്രംപ് കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവനയായി പുറത്തു വന്നിട്ടുണ്ട്. ഇനി സമാധാന ശ്രമങ്ങൾക്ക് ഇറാൻ തന്നെ നേരിട്ട് താല്പര്യം പറയട്ടെ, അമേരിക്കയിലോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഇനി തുടർന്ന് മറ്റൊരു സ്ഥലത്ത് ചർച്ചകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നടത്താം എന്ന തരത്തിൽ ട്രംപ് ഒരു ചെറിയ തോതിലെങ്കിലും ഒരു അനുകൂലമായൊരു നിലപാട് പ്രസ്താവനയായി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും സമാധാന ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നു, അല്ലെങ്കിൽ സമാധാന ചർച്ചകൾക്കുള്ള നീക്കങ്ങളും ശ്രമങ്ങളും ഒരു വശത്ത് നടക്കുന്നു. മറ്റൊരു വശത്ത് ഈ ലെബനോനിൽ വെടിനിർത്തൽ എന്നത് ഒരു കടലാസിലെ കാര്യമായി മാത്രം വരുന്നു എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇസ്രായേൽ കടുത്ത ആക്രമണം കഴിഞ്ഞ ദിവസവും ലെബനോനിൽ നടത്തുകയും അവിടെ 2 കുട്ടികളടക്കം 14 പേർ മരിച്ചു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അത് ലെബനോനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്ന് ഇസ്രായേൽ പറയുന്നു. തിരിച്ചടിച്ചു എന്ന് ഹിസ്ബുള്ളയും പറയുന്നു. അപ്പോൾ ലെബനോൻ ഇസ്രായേൽ സംഘർഷം വീണ്ടും ഒരു വശത്ത് മറ്റൊരു വശത്ത് വീണ്ടും കടുക്കുന്നു എന്ന വാർത്തയും കൂടെ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ അബ്ബാസ് അരാഗ്ചിയുടെ തുടർന്നുള്ള നീക്കങ്ങൾ, റഷ്യയിൽ സന്ദർശനം കഴിഞ്ഞ് തുടർന്നുള്ള നീക്കങ്ങൾ, ഹോർമൂസിലടക്കം ഇനി വരുത്താനിരിക്കുന്ന മാറ്റങ്ങൾ ഒക്കെ നിർണായകമാണ്. ഞാൻ എടുത്തു പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഒമാനിൽ അബ്ബാസ് അരാഗ്ചി എത്തിയപ്പോൾ അവിടെ ഈ ഹോർമൂസിൽ സമീപത്തുള്ള രാജ്യങ്ങൾക്ക്, ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെയുള്ള ഇളവ് എന്ന തരത്തിലുള്ള ചർച്ചകൾ വന്നിരുന്നു. അത് ഒരു പോസിറ്റീവായി തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നത്. അപ്പോൾ ഇനി ഈ റഷ്യയിലുള്ള ചർച്ച കഴിഞ്ഞതിന് ശേഷം, അബ്ബാസ് അരാഗ്ചി മടങ്ങിയെത്തിയതിനു ശേഷം ഹോർമൂസ് സംബന്ധിച്ച് എന്ത് തീരുമാനമായിരിക്കും എടുക്കുക എന്നതായിരിക്കും ഏറെ നിർണായകം. മറുവശത്ത് ഇസ്രായേൽ ലെബനോൻ സംഘർഷം വീണ്ടും തുടങ്ങുന്നത് അല്ലെങ്കിൽ വീണ്ടും കടുക്കുന്നത് ആശങ്കയുമാണ്. മോത്തി.